ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത. ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്റെ സ്വന്തം കമ്പിളിയാ. ഞാൻ പതിവായിട്ട് പുറകാറുള്ളതാ. ഇവിടെ തന്നെ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് എടുത്തു. ഈ റാസ്കൽ കഴുതയല്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്? എന്ത് എന്നെ കൊല്ല്. ഇനി ഈ തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലമലാതി സീനികളുടെ ജോലിക്ക് വന്ന് എനിക്കിത് കിട്ടണം. താമു, തോന്നിയ ദിവസം പറയരുത്. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. കൊലപാതകൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് താമു. നിങ്ങളാ മണ്ടന്മാര്. കുറെ കാലമായല്ലോ പരക്കമായ തുടങ്ങിയിട്ട്. എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഷട്ടപ്പ് താമു. മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. എവിടെ നിന്റെ മുടിയും താടിയും? നീ ഒരു നയവഞ്ചകനാണ്. തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. ഞാൻ കോവർ കഴുതയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസാണ്, കണ്ടാമൃഗമാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയായി ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദ്രാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാരോ? അതേടാ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളി ഇല്ലാതായോ? ആയി വിജയ, ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്കിവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. തമിഴ്നാട് സിഐഡി മിസ്റ്റർ രാംദാസ് ഹിയർ. ആര്, മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ? ഓ, വരാം. ആ, ഉടനെ വരാം. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് സിഐഡി, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, സോറി, സിഐഡി മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സാർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മദ്രാശിയിലെ ആരൊക്കെയോ പിടിച്ചു എന്നോ കമ്മിറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവുക. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന എസ് ഐ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു. പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ, പിന്നീട് അവർ കേസ് അന്വേഷണം മാസ്റ്ററൊക്കെ. കമാൻ.
പെട്ടെന്ന് ആ, മനസ്സിലായി. ഒരു നിമിഷം. ഇപ്പൊ വരാം. ഏതോ പരസ്യചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോഡലിനെ പോലുണ്ട്. ഈ വേഷം കണ്ടിട്ടാണോ? ഉം. സിഐഡികളുടെ ഒരു അന്തർദേശീയ വേഷമാണിത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓർക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചോളൂ. പിന്നെ മിനിസ്റ്ററോട് ഞാൻ കുറച്ച് ചൂടായി. ഏത് മിനിസ്റ്റർ? ഹോം മിനിസ്റ്റർ. ശോഭയുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം ഞാനൊന്ന് പഠിക്കട്ടെ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഇനി എന്നാണാവോ ഇവരൊക്കെ പഠിക്കുക? ശോഭ സമാധാനമായിട്ടിരിക്കൂ, എല്ലാം ശരിയാകും. ആരാ ആ കൗണ്ടറിൽ നിൽക്കുന്ന കള്ളത്താടിക്കാരൻ മൊട്ട? എവിടെ? ലെഫ്റ്റില്. അയ്യോ, അത് ഇവിടുത്തെ ജോലിക്കാരനാ, പാവാ. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ CIDs വേഷം മാറുന്ന പോലെ കള്ളക്കടത്തുകാരും വേഷം മാറും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നീ ആരെ കാണാൻ പോയതാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും. ഇവിടെ നടക്കുന്നത് കേസന്വേഷണം അല്ല, പഞ്ചായത്തടിയാണെന്ന് ഞാൻ എഴുതും. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നിട്ട് മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നവനാണല്ലോ നീയും. നിനക്ക് ഞാൻ ക്ലോറോഫാം തന്നു, സിറിഞ്ച് തന്നു. ഇടാ, ഒരു മനുഷ്യന്റെ ഒരു തുള്ളി ചോര പോലും എടുക്കാൻ കഴിയാത്ത നീയൊക്കെ എവിടുത്തെ CID ആണ്ടാ? ക്ലോറോഫാം തീർന്ന പിന്നെ വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ആ കശ്മലന്റെ ചോര എടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച്. വേണ്ട, ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വല്ലതും ഓർഡർ ചെയ്തോ? ഇല്ല, താങ്കൾ വന്നിട്ടാകാന്ന് കരുതി. ഓടെ സർ. 20 ചപ്പാത്തി. അത്രയും വേണം. സാറ് പേടിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. വേറെ സർ? ബോൺലെസ് ചില്ലി ചിക്കൻ 4 ഫുൾ. 4 മതിയോ സർ? ഇപ്പൊ അത്രയും മതി. പിന്നെ ഫ്രൈഡ് റൈസ്. അല്ലെങ്കിൽ ഇത് ആദ്യം കൊണ്ടുപോവാ, ബാക്കി ഒന്നും അപ്പൊ ഞാൻ പറയാം. യെസ് സർ. ആ. സർ, യെസ് സോഡ. യെസ്, ഓംലെറ്റ്. യെസ് സർ. യെസ്. എനിക്ക് മനസ്സിലായി. I will ask you. Sir? What is this? This one. Stop it! സോറി സാർ, എന്തോ കടിച്ചു സാർ. തന്റെ സർക്കസ് കാണാൻ വന്നല്ലെങ്കിൽ ഇവിടെ സത്യമായിട്ടും. വേറെ എടുത്തോളൂ. Yes, sir. പോയ് ഇഡിയറ്റ്. Sir, what is this? Chicken alak. പിന്നെയും കടിച്ചു സാർ. സത്യമായിട്ടും കടിച്ചു സാർ. ഇവനെ ഞാൻ അറിയും. ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്തോ മരുന്ന് കുത്തിവെച്ച് എന്നെ കൊല്ലാനാണ് അവന്റെ ശ്രമം. എന്നെ കൊന്ന് എന്റെ പരീക്ഷണ ഫലങ്ങൾ തട്ടിയെടുക്കാൻ ആരോ അയച്ചതാണ് ഇവനെ. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ. ആഹാ, പ്രഭാകരനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല CID മറ്റായിരിക്കും. ചുമ്മാ അതല്ല തന്നെ മദ്രാസ് പോലീസ് പിടിച്ചത്. താൻ പിന്നെ എന്തിനാ മുടിയും താടിയൊക്കെ വെച്ചേ? കുട്ടിച്ചാ തൂക്കിക്കണ്ടല്ലോ. എന്നെ വിളിച്ചോ? ആ, എവിടെയായിരുന്നു? തന്റെ പഴയ ഉഷാറൊക്കെ പോയോ? ആ CID തട്ടാൻ പറഞ്ഞിട്ട് തട്ടിയില്ല. ഞാനാണെങ്കിൽ ദേവഗൌഡയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. നീ ആ ഇടുക്കിയിലോട്ടൊന്ന് വിളിച്ചു പറ, കഞ്ചാവ് ലാറി പുറപ്പെട്ടോളാൻ. നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ചെക്ക് പോസ്റ്റ് ഇടിച്ചു തീർക്കുകയോ പോലീസുകാരെ തട്ടുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷേ കഞ്ചാവ് മംഗലാപുരത്ത് എത്തിയിരിക്കണം.
നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ ആരാണ് അതിനെ അയച്ചത്? അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും. നിൽക്കണവൻ. I'll kill you! Stop there! I say you stop there! Stop there! Stop there! Stop there! I'll kill you! ഇതിന് ചീത്തയാകാൻ കണ്ടു. Stop! 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 Ah!